നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ടു ദ സ്കൂൾ, സ്കൂളിലേക്ക്. ബെൻ ആൻഡ് സെൻ ഗോ ടു സ്കൂൾ. ബെന്നും സെന്നും സ്കൂളിലേക്ക് പോയി. ആക്ടിവിറ്റി 1, ലിസൺ ആൻഡ് ഡ്രോ. ശ്രദ്ധിച്ചു വരയ്ക്കാം. ഓൺ ദ വേ ടു സ്കൂൾ they see a big mango tree. ബെന്നും സെന്നും സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ ഒരു വലിയ മാവ് കണ്ടു. ലിസൺ ടു യുവർ ടീച്ചർ. ഇനി കൂട്ടുകാരുടെ ടീച്ചറെ ശ്രദ്ധിച്ചു കേൾക്കൂ. എന്താണ് ടീച്ചർ പറയുന്നത്? കളർ ദ ട്രീ. താഴെ നൽകിയിരിക്കുന്ന വലിയ മാവ് മരത്തിന് നിറം നൽകി ഭംഗിയാക്കാനാണ് കൂട്ടുകാരോട് നിങ്ങളുടെ ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. കൂട്ടുകാർക്ക് നന്നായി നിറം നൽകാൻ അറിയാമല്ലോ. മുകളിൽ കാണിച്ചിരിക്കുന്ന ചിത്രം നോക്കൂ. അതേപോലെ നല്ല ഭംഗിയായി നിറം നൽകണം. ഇനി എന്താണ് ടീച്ചർ കൂട്ടുകാരോട് പറയുന്നത്? ഡ്രോ 2 യെല്ലോ മാംഗോസ് ഓൺ ദ ട്രീ. കൂട്ടുകാർ നിറം നൽകിയ മരത്തിൽ മഞ്ഞ നിറത്തിലുള്ള 2 മാങ്ങകൾ വരയ്ക്കാനാണ് ടീച്ചർ കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത്? ഡ്രോ എ സ്വിംഗ് ഇൻ ദ ട്രീ. മരത്തിൽ ഒരു ഊഞ്ഞാൽ കൂടി വരയ്ക്കാനാണ് ടീച്ചർ കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കൂ. അതേപോലെ കൂട്ടുകാർ ചിത്രം പൂർത്തിയാക്കിയാൽ മതി. ആക്ടിവിറ്റി 2, ഫ്രണ്ട്സ്. കൂട്ടുകാർ. ഓൺ ദ വേ they meet some friends. ബെന്നും സെന്നും സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ കുറച്ച് കൂട്ടുകാരെ കണ്ടു. What do they talk? എന്താണ് അവർ പറയുന്നത്? ആദ്യത്തെ കൂട്ടുകാരൻ എന്താണ് പറയുന്നത്? I am a cat. ഞാനൊരു പൂച്ചയാണ്. ഇനി ബാക്കിയുള്ളതാണ് കൂട്ടുകാരോട് പൂരിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത്. കൂട്ടുകാർക്ക് പൂരിപ്പിക്കാൻ വേണ്ടി താഴെ ഒരു ബോക്സിൽ കുറച്ച് വാക്കുകൾ നൽകിയിട്ടുണ്ട്. ശരിയായത് ഏതാണെന്ന് കണ്ടെത്തി കൂട്ടുകാർ പൂരിപ്പിച്ചാൽ മതി. എന്തെല്ലാമാണ് ബോക്സിൽ നൽകിയിരിക്കുന്നത്? ആണ്ട് ഉറുമ്പ്, സ്മോൾ ചെറുത്, റാറ്റ് എലി, സ്കൂൾ സ്കൂള്, മീ ടു ഞാനും. രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്ന കൂട്ടുകാരൻ എന്താണ് പറയുന്നത്? ഐ ആം എ ഡാഷ്. ആരാണ് ചിത്രത്തിലുള്ളത്? ഒരു എലിയാണ് അല്ലേ? എലിക്ക് നമ്മൾ എന്താണ് പറയുന്നത്? റാറ്റ്. ഐ ആം എ റാറ്റ്. ഞാനൊരു എലിയാണ്. അടുത്തതായി ചിത്രത്തിൽ കാണുന്ന കൂട്ടുകാരൻ എന്താണ് പറയുന്നത്? ഹായ്, ഐ ആം ബെൻ. ഹായ്, ഞാൻ ബെന്നാണ്. ഐ ആം എ ബിഗ് ഡാഷ്. ഞാനൊരു വലിയ ഡാഷ്. എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഞാനൊരു വലിയ ഉറുമ്പാണ് എന്നാണ് അല്ലേ? എന്താണ് നമ്മൾ ഇവിടെ പൂരിപ്പിക്കേണ്ടത്? ഐ ആം എ ബിഗ് ആണ്ട്. ഇനി അടുത്ത ചിത്രത്തിലെ കൂട്ടുകാരൻ എന്താണ് പറയുന്നത്? ഹായ്, ഐ ആം സെൻ. ഹായ്, ഞാൻ സെന്നാണ്. ഐ ആം എ ഡാഷ് ആണ്ട്. ഞാനൊരു ഡാഷ് ഉറുമ്പാണ്. എന്താണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്? എന്തായിരിക്കും സെൻ പറഞ്ഞിട്ടുണ്ടാവുക? സെൻ ഒരു ചെറിയ ഉറുമ്പാണ് അല്ലേ? എങ്ങനെയാണ് നമ്മൾ ഇവിടെ പൂരിപ്പിക്കേണ്ടത്? ഐ ആം എ സ്മോൾ ആണ്ട്. ഇനി അടുത്ത ചിത്രത്തിലെ കൂട്ടുകാരൻ എന്താണ് പറയുന്നത്? ഐ ആം ഗോയിങ് ടു ഡാഷ്. ഞാൻ ഡാഷ് പോകുകയാണ്. എന്തായിരിക്കും ഡക്ക് പറഞ്ഞിട്ടുണ്ടാവുക? ഞാൻ സ്കൂളിലേക്ക് പോകുകയാണ് എന്നായിരിക്കും അല്ലേ? എങ്ങനെയാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്? ഐ ആം ഗോയിങ് ടു സ്കൂൾ. അപ്പോൾ അവൾ എന്താണ് പറയുന്നത്? ഞാനും എന്നായിരിക്കും അല്ലേ? എന്താണ് നമ്മൾ അവിടെ പൂരിപ്പിച്ചു കൊടുക്കേണ്ടത്? മീ ടു. ആക്ടിവിറ്റി 3, ലെറ്റ്സ് പ്ലേ. കളിക്കാം. They reached the school. അങ്ങനെ ബെന്നും സെന്നും സ്കൂളിലെത്തി. ഹായ്, എ പാർക്ക്. ഹായ്, ഒരു പാർക്ക്. They start playing. അങ്ങനെ അവർ കളിക്കാൻ തുടങ്ങി. Look at the picture. ഇനി ചിത്രത്തിലേക്ക് നോക്കൂ. Read the sentences below and tick in the right box. താഴെ നൽകിയിരിക്കുന്ന സെന്റൻസുകൾ വായിച്ചു നോക്കിയിട്ട് വലതുഭാഗത്ത് നൽകിയിരിക്കുന്ന ബോക്സുകളിൽ ഏതാണ് ശരിയായത് എന്ന് നോക്കി അതിൽ ടിക്ക് മാർക്ക് ഇടാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, എ ഡക്ലിംഗ് ഈസ് ഇൻ ദ. താറാകുഞ്ഞ് എവിടെയാണ്? പോണ്ട് കുളത്തിലാണോ? സീസോ സീസോയിലാണോ? സ്വിംഗ് ഊഞ്ഞാലിലാണോ? കൂട്ടുകാർ ചിത്രം ശ്രദ്ധിച്ചു നോക്കൂ. താറാകുഞ്ഞ് എവിടെയാണുള്ളത്? കുളത്തിലാണ് അല്ലേ? അതെ. എ ഡക്ലിംഗ് ഈസ് ഇൻ ദ പോണ്ട്. പോണ്ട് എന്ന ബോക്സിലാണ് നമ്മൾ ടിക്ക് മാർക്ക് ഇടേണ്ടത്. സെക്കൻഡ് വൺ, എ ചിക്ക് ഈസ് ഓൺ ദ. കോഴിക്കുഞ്ഞ് എവിടെയാണുള്ളത്? കൂട്ടുകാർ ചിത്രത്തിൽ ശ്രദ്ധിച്ചു നോക്കൂ. ട്രീ മരത്തിലാണോ? സ്വിംഗ് ഊഞ്ഞാലിലാണോ? സീസോ സീസോയിലാണോ? ചിത്രത്തിൽ കോഴിക്കുഞ്ഞ് എവിടെയാണ് നിൽക്കുന്നത്? സ്വിംഗ് ഊഞ്ഞാലിലാണ് അല്ലേ?
എ ചിക്ക് ഈസ് ഓൺ ദ സ്വിംഗ്. സ്വിംഗ് എന്ന ബോക്സിലാണ് നമ്മൾ ടിക്ക് മാർക്ക് ഇടേണ്ടത്. തേർഡ് വൺ, എ ഡാഷ് ഈസ് ഫ്ലൈയിങ്. ഡാഷ് പറക്കുന്നു. എന്താണ് ചിത്രത്തിൽ പറക്കുന്നത് കൂട്ടുകാർ കാണുന്നത്? ഓണ്ട് ഉറുമ്പാണോ? ചിക്ക് കോഴിക്കുഞ്ഞാണോ? ബട്ടർഫ്ലൈ പൂമ്പാറ്റയാണോ? അതെ, പൂമ്പാറ്റയാണ് പറക്കുന്നത് അല്ലേ? ബട്ടർഫ്ലൈ എന്ന ബോക്സിലാണ് നമ്മൾ ടിക്ക് മാർക്ക് ഇടേണ്ടത്. ഫോർത്ത് വൺ, ദ ഡാഷ് ആൻഡ് റാറ്റ് ആർ ഓൺ ദ സീസോ. ഡാഷും എലിയും സീസോയിലാണ് ഉള്ളത്. ആരൊക്കെയാണ് ചിത്രത്തിൽ സീസോയിൽ ഇരിക്കുന്നത് കൂട്ടുകാർ കാണുന്നത്? ചിക്ക് കോഴിക്കുഞ്ഞാണോ? ക്യാറ്റ് പൂച്ചയാണോ? ഓണ്ട് ഉറുമ്പാണോ? ആരൊക്കെയാണ്? എലിയും പൂച്ചയുമാണ് സീസോയിൽ ഇരിക്കുന്നത് അല്ലേ? ക്യാറ്റ് എന്ന ബോക്സിലാണ് നമ്മൾ ടിക്ക് മാർക്ക് ഇടേണ്ടത്. ആക്ടിവിറ്റി 4, സിംഗ് ആൻഡ് ഡാൻസ്. പാടാം, നൃത്തം ചെയ്യാം. ആഡ് മോർ ലൈൻസ്. കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കാം. എന്താണ് ആണ്ട് പാടുന്നത്? ഐ ആം an ant, I am an ant, la la la. I can walk, I can walk, la la la. ഇതേപോലെ നമ്മൾക്ക് ഡക്കിന്റെയും ക്യാറ്റിന്റെയും പൂർത്തിയാക്കണം. കൂട്ടുകാർക്ക് പൂർത്തിയാക്കാനായി താഴെ ഒരു ബോക്സിൽ കുറച്ച് വാക്കുകൾ നൽകിയിട്ടുണ്ട്. എന്തെല്ലാമാണ് നൽകിയിരിക്കുന്നത്? സ്വിം നീന്തുക, ഫ്ലൈ പറക്കുക, ജംപ് ചാടുക. ഇനി ഡക്ക് എന്താണ് പറയുന്നതെന്ന് നമ്മൾക്കൊന്ന് പൂരിപ്പിച്ച് നോക്കിയാലോ? ഐ ആം എ ഡക്ക്, ഐ ആം എ ഡക്ക്, ലാ ലാ ലാ. ഐ ക്യാൻ ഡാഷ്, ഐ ക്യാൻ ഡാഷ്, ലാ ലാ ലാ. ഉറുമ്പിന് നടക്കാൻ സാധിക്കുമെന്നാണ് ഉറുമ്പ് പറഞ്ഞിരുന്നത് അല്ലേ? അതേപോലെ ഡക്കിന് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? നീന്താൻ സാധിക്കും അല്ലേ? എന്താണ് നീന്തുക എന്നതിന് പറയുന്നത്? സ്വിം. ഐ ക്യാൻ സ്വിം, ഐ ക്യാൻ സ്വിം, ലാ ലാ ലാ. ഇനിയോ ക്യാറ്റ് എന്താണ് പറയുന്നത്? ഐ ആം എ ക്യാറ്റ്, ഐ ആം എ ക്യാറ്റ്, ലാ ലാ ലാ. ഐ ക്യാൻ ഡാഷ്, ഐ ക്യാൻ ഡാഷ്, ഡാഷ്. ഇനി താഴെ ബോക്സിൽ എന്തെല്ലാം വേർഡുകളാണുള്ളത്? ഫ്ലൈ പറക്കുക, ജംപ് ചാടുക. പൂച്ചയ്ക്ക് പറക്കാൻ കഴിയില്ല അല്ലേ? പക്ഷേ ചാടാൻ കഴിയും അല്ലേ? അപ്പോൾ എന്താണ് നമ്മൾ അവിടെ പൂരിപ്പിച്ച് നൽകേണ്ടത്? ഐ ക്യാൻ ജംപ്, ഐ ക്യാൻ ജംപ്. ഇനി എന്താണ് പൂരിപ്പിക്കേണ്ടത്? ലാ ലാ ലാ. ആക്ടിവിറ്റി 5, ഹായ് മദർ. ഹായ് അമ്മ. ഹെൽപ് ദം റീച്ച് ദെയർ മദേഴ്സ്. കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ അടുത്തെത്താൻ സഹായിക്കാമോ? ഫിൽ ദ ബ്ലാങ്ക്സ് ടു. വിട്ടുപോയ ഭാഗത്ത് പൂരിപ്പിക്കുകയും വേണം. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒന്ന് കൂട്ടുകാർക്ക് അവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. എന്താണത്? അമ്മ നായക്ക് എന്താണ് പറയുന്നത്? ഡോഗ്. കുഞ്ഞു നായക്ക് എന്താണ് പറയുന്നത്? പപ്പി. ഇനി ഇതേപോലെ ബാക്കിയുള്ളത് നമ്മൾ പൂരിപ്പിക്കുകയും ചേർത്ത് വരയ്ക്കുകയുമാണ് ചെയ്യേണ്ടത്. അമ്മ കോഴിക്ക് എന്താണ് പറയുന്നത്? ഹെൻ. കുഞ്ഞിക്കോഴിക്ക് എന്താണ് പറയുന്നത്? ചിക്ക്. അവ തമ്മിൽ ചേർത്ത് വരച്ചത് കൂട്ടുകാർ കണ്ടല്ലോ. അമ്മ താറാവിന് എന്താണ് പറയുന്നത്? ഡക്ക്. കുഞ്ഞി താറാവിന് എന്താണ് പറയുന്നത്? ഡക്ലിംഗ്. അത് നമ്മൾ അവിടെ എഴുതി ചേർക്കണം. കൂട്ടുകാർ ചേർത്ത് വരച്ചത് കണ്ടല്ലോ. ഇനി അമ്മ പൂച്ചയ്ക്ക് എന്താണ് പറയുന്നത്? ക്യാറ്റ്. കുഞ്ഞി പൂച്ചയ്ക്ക് എന്താണ് പറയുന്നത്? കിറ്റൺ. അവ തമ്മിൽ ചേർത്ത് വരയ്ക്കുകയാണ് വേണ്ടത്. All the best for your exam. Thanks for watching. If you like this video, please do subscribe and share.